ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് കുട്ടിത്തേവാങ്ങ്. പകൽ മുഴുവൻ മരത്തിന് മുകളിലിരുന്ന് ഉറങ്ങിയിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ താഴെ ഇറങ്ങി ഭക്ഷണമെടുത്ത് തിരികെ കയറി പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ മിക്ക വീടുകളിലും കാണും ഇതുപോലെ ഒരു കുട്ടിത്തേവാങ്ങ്. ആളും ആരവവും വിരുന്നുകാരും ഒക്കെ ഒഴിയുന്ന തക്കം നോക്കി മുറിയിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യത്തിനുള്ള ഭക്ഷണം എടുത്ത് വളരെ പെട്ടെന്ന് മുറിക്കകത്തേക്ക് തിരികെ കയറി പോകുന്ന ഒരാൾ. പ്രധാനപ്പെട്ട കാരണം അവർ ആ വീട്ടിലോ രാജ്യത്തോ ജനിക്കേണ്ടവരല്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ചിന്താഗതിയും പ്ലാനിങ്ങും ഒക്കെയാണ്. വീട്ടുകാർക്ക് ആ ഇൻ്റലിജൻസ് നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, വീട്ടിലെ മൊത്തത്തിലുള്ള ഒരു വൈബുമായി അവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കൊതിയും നുണ, പരദൂഷണം, കുറ്റം പറച്ചൽ, ഇതൊന്നും അവർക്ക് പറ്റില്ല. അതിലും നല്ലത് മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നതാണ്. മറ്റൊരു കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ്. ഇന്ത്യയിൽ നേരം ഇരുട്ടുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നേരം വെളുത്തിരിക്കും. പിന്നെ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വിദേശ സഞ്ചാരം നടത്തി റൂമിൽ തിരികെ എത്തുമ്പോഴേക്ക് ഇന്ത്യയിൽ നേരം വെളുത്തിരിക്കും. കുട്ടിത്തേവാങ്ങിനെ പോലെ തന്നെ ഈ വിഭാഗവും വംശനാശ ഭീഷണിയുടെ വക്കലാണ്. കാരണം ജീവിക്കണമെങ്കിൽ മുറിക്ക് പുറത്തിറങ്ങി പണിക്ക് പോകണം അത്രേ. ആരാണ് ഈ സമ്പ്രദായമൊക്കെ ഉണ്ടാക്കി വെച്ചത്? സിസ്റ്റം ശരിയല്ല, അത്ര തന്നെ.